Welcome to a new topic about conditional sentences. കണ്ടീഷണൽ സെന്റൻസുകളെ കുറിച്ചുള്ള ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. Conditional sentences have an important role in the English language. As a grammar topic, learning conditional sentences is vital not only for exams but for our daily language usage as well. Let's see the specialities of the conditional sentences. Even though my discussion is from an examination point of view, I believe it will be helpful for our daily language usage as well. കണ്ടീഷണൽ സെന്റൻസുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ പരീക്ഷകളിൽ സാധാരണമായിട്ട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ് കണ്ടീഷണൽ സെന്റൻസുകളെ സംബന്ധിച്ചുള്ളത്. നമ്മളിവിടെ വെറും പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല കണ്ടീഷണൽ സെന്റൻസുകളെ പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നിത്യേനയുള്ള ഭാഷാ പ്രയോഗങ്ങളിൽ കണ്ടീഷണൽ സെന്റൻസുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അവ ശരിയാവിധം മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് പരിശോധിക്കാം. Mainly in English, there are 4 kinds of conditional sentences known as zero conditionals, first conditionals, second conditionals and third conditionals. ഇങ്ങനെ നമ്മുടെ ഭാഷയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രധാനമായിട്ടും 4 തരം കണ്ടീഷണൽ സെന്റൻസുകളാണുള്ളത്. സീറോ, ദെൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കണ്ടീഷണൽ എന്നിങ്ങനെ പേരിട്ട് പറയുന്നത്. Then each conditional type sentence has 2 parts. ഓരോ തരം കണ്ടീഷണൽ സെന്റൻസിനും 2 പ്രധാന ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഇഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ്. ഇഫ് ക്ലോസിനെ കണ്ടീഷണൽ ക്ലോസ് എന്നും മെയിൻ ക്ലോസിന് റിസൾട്ട് ക്ലോസ് എന്നും വിളിക്കാറുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇൻ എ നെഗറ്റീവ് ഇഫ് ക്ലോസ് ഇൻസ്റ്റെഡ് ഓഫ് ഇഫ് നോട്ട് ദ വേർഡ് അൺലെസ് ക്യാൻ ബി യൂസ്ഡ്. ഒരു കണ്ടീഷണൽ സെന്റൻസിന് നെഗറ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇഫ് ക്ലോസിൽ ഒരു നെഗറ്റീവ് മീനിങ് കിട്ടാൻ വേണ്ടി നമ്മൾ നോട്ട് ഉപയോഗിച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇഫ് കഴിഞ്ഞിട്ട് പിന്നെ നോട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. നമുക്ക് അതിന് പകരം ഇംഗ്ലീഷിൽ അൺലെസ് എന്നുള്ളൊരു സിംഗിൾ വേർഡ് ഉണ്ട്. ശ്രദ്ധിക്കേണ്ടത് അൺലെസ് മീൻസ് ഇഫ് നോട്ട്. അതുകൊണ്ട് ഇഫ് ക്ലോസിൽ അൺലെസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റൊരു നോട്ട് ചേർക്കരുത്. ഇനി ഒന്നാമത്തെ കണ്ടീഷൻ, ആദ്യത്തത് സീറോ കണ്ടീഷനാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊന്ന് പരിശോധിക്കാം. ദ സീറോ കണ്ടീഷണൽ ഈസ് യൂസ്ഡ് ടു റെഫർ എ ജനറൽ ട്രൂത്ത് ഓർ എ സയൻറ്റിഫിക് ഫാക്ട്. Zero conditions is used to refer to general truths or scientific facts. നമ്മൾ സാധാരണ പറയുന്ന നമുക്കൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം ഉണ്ടായിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയോട് കൂടി പറയാൻ പറ്റുന്ന പൊതു തത്വങ്ങൾ, അതല്ലെങ്കിൽ ശാസ്ത്രീയ വസ്തുതകൾ, ഇതൊക്കെ കാണിക്കാൻ നമുക്ക് കണ്ടീഷണൽ സെന്റൻസ് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത, here if the action mentioned in the if clause happens, the result is guaranteed. അതിൻ്റെ if clauseൽ പറയുന്ന ഒരു ആക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയാണ് അതിൻ്റെ റിസൾട്ട് നമുക്കത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. Then in zero conditional type sentences the word when can also be used in place of if. ഇത്തരം സെന്റൻസുകളിൽ എന്ന് വെച്ചാൽ സീറോ കണ്ടീഷണൽ സെന്റൻസുകളിൽ ഇഫിന് പകരം when എന്നുള്ള വേർഡും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് എക്സാമ്പിളുകളിലൂടെ കാര്യം മനസ്സിലാക്കാം. Then പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, the simple present tense verb is used in both clauses of zero conditional. സീറോ കണ്ടീഷണൽ സെന്റൻസുകളുടെ 2 ക്ലോസുകളിലും എന്ന് വെച്ചാൽ ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും സിമ്പിൾ പ്രസന്റ് വേർബുകളാണ് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ പരിശോധിക്കാം. ഇവിടെ ഇഫ് ക്ലോസ് കൊടുത്തിട്ടുണ്ട്, അപ്പുറത്ത് മെയിൻ ക്ലോസ്. ഇഫ് വാട്ടർ റീച്ചസ് 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ബോയിൽസ്. ഇതൊരു സയന്റിഫിക് ഫാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ജനറൽ ട്രൂത്ത് ആണ്. വെള്ളം 100 ഡിഗ്രിയിൽ എത്തിയാൽ അത് തിളക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത്തരം കണ്ടീഷനുകളെ നമ്മൾ സീറോ എന്ന് വിളിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, 2 ഭാഗത്തും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് വേർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇഫ് യു കീപ് ഐസ് ഇൻ ദ സൺ ഇറ്റ് മെൽറ്റ്സ്. വെയിലത്ത് ഐസ് കഷ്ണം വെച്ചാൽ അത് ഉരുകിപ്പോകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ഗ്യാരണ്ടീഡ് റിസൾട്ട് ആയിരിക്കും, നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കീപ് ആൻഡ് മെൽറ്റ്സ് എന്നീ 2 പാർട്ടുകളിലും സിമ്പിൾ പ്രസന്റ് വേർബ് ഉപയോഗിച്ചിരിക്കുന്നു. Then when it rains the trees become wet. മഴ പെയ്യുമ്പോൾ മരങ്ങളെല്ലാം നനഞ്ഞ് കുതിരും എന്നുള്ളത് ഉറപ്പാണ്. Then if you need help please contact the help desk. ഈ സെന്റൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് ഗ്യാരണ്ടീഡ് റിസൾട്ട് പറയാൻ വേണ്ടി മാത്രമല്ല സീറോ കണ്ടീഷൻ ഉപയോഗിക്കുക. നമുക്കൊരാളുടെ ഒരു കാര്യത്തിന് നമുക്ക് ഒരു നിർദ്ദേശം കൊടുക്കാൻ, ഒരാളുടെ കമാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സജഷൻ, കമാൻഡിനേക്കാളും ഒരു സജഷൻ വെക്കാൻ നമുക്ക് സീറോ കണ്ടീഷൻ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോഴും നമ്മൾ 2 ക്ലോസിലും സിമ്പിൾ പ്രസന്റ് വേർബ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് സീറോ കണ്ടീഷനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ പരീക്ഷകളിൽ, ഇനി പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുമ്പോൾ സീറോ കണ്ടീഷൻ കൂടുതലായിട്ട് നമ്മുടെ പരീക്ഷകളിൽ ചോദിച്ച് കാണാറില്ല.
ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കണ്ടീഷനുകളാണ് പരീക്ഷയ്ക്ക് വേണ്ടി നാം പഠിക്കുന്നത്. ശ്രദ്ധിക്കുക. ഫസ്റ്റ് കണ്ടീഷൻ്റെ പ്രത്യേകതകൾ. ദ ഫസ്റ്റ് type conditional is used to talk about a real situation in the present or future time. ഇത് ഒരു കണ്ടീഷനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ആണ്. പക്ഷേ ഇത് നമ്മുടെ വർത്തമാനകാലത്തിൽ അതല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു റിയൽ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഒരു കാര്യം നടക്കാൻ നല്ല സാധ്യതയുണ്ട്, നമ്മുടെ ഭാവനയൊന്നല്ല, നടക്കും എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു. പക്ഷേ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതിന് ഒരു സാധ്യത മാത്രമേ ഉണ്ടായിരിക്കുക, ഒരു പ്രോബബിൾ റിസൾട്ടാണ് അതിനുണ്ടായിരിക്കുക. സീറോ കണ്ടീഷനിൽ നമുക്ക് ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ തീർച്ചയാണ് റിസൾട്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ ഇവിടെ കാര്യം നടക്കും. സീറോ കണ്ടീഷനിൽ പറയുന്ന പോലെ ഒരു കാര്യം നടക്കാനുള്ള സാധ്യത ശരിക്കുമുണ്ട്, പക്ഷേ അതിൻ്റെ റിസൾട്ട് പ്രോബബിൾ ആയിരിക്കും എന്നുള്ള രൂപത്തിലേക്ക്. അപ്പോൾ ശ്രദ്ധിക്കുക. ദി ഫസ്റ്റ് ടൈപ്പ് കണ്ടീഷൻ ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് എ റിയൽ സിറ്റുവേഷൻ. യഥാർത്ഥ സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്, പ്രസന്റ് ഓർ ഫ്യൂച്ചർ ടൈമിലുള്ള. ദെൻ ഇറ്റ് റെഫേഴ്സ് ടു എ പോസിബിൾ കണ്ടീഷൻ ആൻഡ് ഇറ്റ്സ് പ്രോബബിൾ റിസൾട്ട്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു പോസിബിൾ ആയിട്ടുള്ളൊരവസ്ഥ, പക്ഷേ അതിൻ്റെ പ്രോബബിൾ റിസൾട്ട്, നോട്ട് ഗ്യാരണ്ടീഡ് റിസൾട്ട്, സാധ്യതയുള്ള റിസൾട്ട്. എക്സാമ്പിളിലൂടെ നമുക്കത് മനസ്സിലാകും. ഇതിന് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സ്ട്രക്ചറാണ്. ഇൻ ദി ഇഫ് ക്ലോസ് ഓഫ് ദി ഫസ്റ്റ് കണ്ടീഷണൽ, ഇത്തരം ഫസ്റ്റ് കണ്ടീഷനിലെ ഇഫ് ക്ലോസിൽ എ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വേർബ് ഇസ് യൂസ്ഡ്. ഇവിടെയും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വേർബാണ് ഉപയോഗിക്കുന്നത്. ദെൻ ആൻഡ് ഇൻ ദ മെയിൻ ക്ലോസ് എ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അഥവാ വിൽ പ്ലസ് വേർബ് ഇസ് യൂസ്ഡ്. ഇനി ശ്രദ്ധിക്കുക, ചിലപ്പോഴൊക്കെ സന്ദർഭത്തിനനുസൃതമായിട്ട് കോണ്ടെക്സ്റ്റിൻ്റെ മീനിങ്ങിനനുസൃതമായിട്ട് വിൽ എന്നതിന് പകരം നമുക്ക് ക്യാൻ എന്നോ മേ എന്നൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വേർബും മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് വേർബ് എന്ന് വരുന്ന സിമ്പിൾ ഫ്യൂച്ചർ രൂപവും ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്കാം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നീ പഠിക്കുക എന്നുള്ളത് ഒരു പോസിബിളായ ഒരു കാര്യമാണ്, പക്ഷേ അതിൻ്റെ റിസൾട്ട് പ്രോബബിൾ ആയിരിക്കും, സാധ്യതയുണ്ട്. അപൂർവമായിട്ടൊക്കെ തോൽക്കാനും സാധ്യതയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഗ്യാരണ്ടീഡ് അല്ല, വിൽ പാസ് എന്നുള്ളത് സാധ്യതയുള്ള ഒരു റിസൾട്ടാണ്, പ്രോബബിൾ റിസൾട്ട്. ദെൻ ഇഫ് ഷീ ഇൻവൈറ്റ്സ് മീ ഐ വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പാർട്ടി. അവൾ എന്നെ ക്ഷണിക്കാൻ സാധ്യതയുണ്ട്, ഒരു റിയാലിറ്റിയാണത്, ഒരു വേണമെങ്കിൽ ക്ഷണിക്കാം, റിയൽ കണ്ടീഷനാണത്. അങ്ങനെയാണെങ്കിൽ ഐ വിൽ പാർട്ടിസിപ്പേറ്റ്, ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കും. പക്ഷേ എന്തെങ്കിലും ഒരു കാരണവശാൽ പങ്കെടുക്കാതിരിക്കാനും സാധ്യതയുണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു അത് സംഭവിക്കുമെന്നുള്ളത്, നോട്ട് ഗ്യാരണ്ടീഡ്. ദെൻ ഇഫ് യു ഡോണ്ട് ഹറി, നീ പെട്ടെന്ന് പോയില്ലെങ്കിൽ എന്നർത്ഥത്തിലേക്ക് യു വോണ്ട് ഗെറ്റ് ദ ബസ്, നിനക്ക് ബസ് കിട്ടില്ല. ഇതും ഒരു സാധ്യതയാണ്. ദെൻ ഇവിടെ ശ്രദ്ധിക്കുക, അൺലെസ് യു ട്രൈ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് നോട്ടിന് പകരമാണ് നെഗറ്റീവ് ഇഫ് ക്ലോസ് ആണിത്. അൺലെസ് യു ട്രൈ മീൻസ് ഇഫ് യു ഡു നോട്ട് ട്രൈ, നീ ശ്രമിക്കുന്നില്ലെങ്കിൽ യു വിൽ നോട്ട് സക്സീഡ്, നിങ്ങൾ വിജയിക്കില്ല. ദെൻ ഇഫ് വി ഡോണ്ട് പ്രാക്ടീസ്, നമ്മൾ പരിശ്രമിക്കുന്നില്ലെങ്കിൽ വി കാൺറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്, നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ഇംഗ്ലീഷ് ഭാഷ. ഇവിടെ നമ്മൾ വിൽ എന്നതിന് പകരം കാൺറ്റ് ഉപയോഗിച്ചു, ആ സന്ദർഭത്തിനനുസരിച്ചാണ്. നമുക്ക് ഇഫ് യു ഡോണ്ട് പ്രാക്ടീസ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ വി വിൽ നോട്ട് സ്പീക്ക് എന്നതിനേക്കാളും നല്ലത് വി കാൺറ്റ് സ്പീക്ക് എന്ന് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത്, ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വേർബ്, മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് വേർബ് അഥവാ വിൽ പ്ലസ് വേർബ് സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന സാധ്യതയുള്ള, നടക്കാനും പ്രവർത്തിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു പോസിബിൾ റിയൽ കണ്ടീഷനാണ്. പക്ഷേ പ്രോബബിൾ റിസൾട്ട് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് ആസ് ഇൻ ദ സീറോ കണ്ടീഷൻ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ദെൻ സെക്കൻഡ് കണ്ടീഷനിൽ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇവിടെ ഇതാണ് വളരെ കൺഫ്യൂസ്ഡ് ആക്കുന്ന, മിക്ക ആളുകൾക്കും പ്രയാസമുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണിത്. ഇതിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. ദ സെക്കൻഡ് ടൈപ്പ് കണ്ടീഷൻ ഈസ് യൂസ്ഡ് ടു റെഫർ ടു എ ഹൈപ്പത്തറ്റിക്കൽ കണ്ടീഷൻ ആൻഡ് ഇറ്റ്സ് ഇമാജിനറി റിസൾട്ട്. വളരെയധികം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഒരു ഹൈപ്പത്തറ്റിക്കൽ കണ്ടീഷനെയാണ് നാം സംസാരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഇമാജിനറി റിസൾട്ട്, ഭാവനയിൽ ഉണ്ടാകുന്ന ഒരു റിസൾട്ടും. എന്ന് വെച്ചാൽ രണ്ടും, നമ്മുടെ അവസ്ഥയും നമ്മുടെ സിറ്റുവേഷനും യാഥാർത്ഥ്യമല്ല, റിയൽ അല്ല. നമ്മൾ ജസ്റ്റ് ഊഹിച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്നുള്ള ഊഹിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഊഹിച്ചുണ്ടാക്കുന്ന ഒരവസ്ഥക്ക് നമ്മുടെ ഇമാജിനറി, ഭാവനയിൽ തന്നെ കാണുന്ന ഒരു റിസൾട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, രണ്ടാമത്തെ സെന്റൻസ് വായിച്ചു നോക്കാം. ഇൻ ദ സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസസ് ഇൻ ദ ഇഫ് ക്ലോസ് എ സിമ്പിൾ പാസ്റ്റ് വേർബ് ഇസ് യൂസ്ഡ് ആൻഡ് ഇൻ ദ മെയിൻ ക്ലോസ് വുഡ് പ്ലസ് വേർബ് ഫോം ഇസ് യൂസ്ഡ്.
ഈ വുഡ് പ്ലസ് വേർബിന് പകരം ചിലപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സന്ദർഭത്തിനനുസരിച്ച് വുഡിൻ്റെ സ്ഥാനത്ത് കുഡ് എന്നോ അതല്ലെങ്കിൽ മൈറ്റ്, ഷുഡ് ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കുക. In the second conditional sentences, in the if clause, a simple past verb is used, and in the main clause, would plus verb form is used. In place of would, sometimes could, might, and should can also be used. ഇവിടെ നീ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ പോയിന്റ് നമുക്ക് വിശദീകരിക്കാം. Though the simple past verb is used, it doesn't have a past meaning. It refers to an unreal situation now in the present time. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ ഹൈപ്പത്തറ്റിക്കൽ ആണ്, അതോടൊപ്പം തന്നെ റിസൾട്ടും ഇമാജിനറിയാണ്. ഇവിടെ പാസ്റ്റ് ടെൻസ് വേർബാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കരുതി ഇതിന് പാസ്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ എന്തിനാണ് പാസ്റ്റ് ടെൻസ് വേർബ്? ഇത് വർത്തമാനകാലത്തിൽ ഒരു പ്രസന്റ് ടൈമിൽ നാം സംസാരിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ പാസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് നാം സംസാരിക്കുന്നത് യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണെന്ന് കാണിക്കാനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഭാവനാ വിലാസം മാത്രമാണെന്ന് സൂചിപ്പിക്കാനാണ് ഈ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പാസ്റ്റ് ടെൻസിൻ്റെ റോൾ ഇവിടെ ഇത് കാണിക്കൽ മാത്രമാണ്. എന്ത്? നമ്മുടെ സിറ്റുവേഷൻ അൺറിയൽ ആണ്, അതുപോലെ തന്നെ ഹൈപ്പത്തറ്റിക്കലാണ്, റിസൾട്ടും ഇമാജിനറി ആണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി എക്സാമ്പിളോടെ നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇൻ ടൈപ്പ് 2 കണ്ടീഷണൽസ് വേർ ഇസ് ഓഫൻ യൂസ്ഡ് വിത്ത് സിംഗുലർ സബ്ജക്ട് ഇൻസ്റ്റെഡ് ഓഫ് വാസ്. നമുക്കറിയാം വാസ് എന്നുള്ളതാണ് ഒരു സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം ഉപയോഗിക്കേണ്ടത്. ഐ വാസ്, ഹി വാസ് എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ഇത്തരം കണ്ടീഷണൽ സെൻറ്റൻസുകളിൽ സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം പോലും നമുക്ക് വേർ ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഇമാജിനറി ആണ് എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു സ്ട്രോങ് ഫോമാണത്. ഉദാഹരണത്തിന് ഐ വേർ, ഹി വേർ എന്നൊക്കെ ഇത്തരം കണ്ടീഷണൽ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കും. എക്സാമ്പിളിലൂടെ കാണാൻ സാധിക്കും. ഇഫ് ക്ലോസ്, ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദി എക്സാം. പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. ഇത് ഇയാൾ പഠിച്ചിരുന്നു എങ്കിൽ എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കല്ല പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നത് ആ യു എന്നുള്ള വ്യക്തി തീരെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സ്കൂളിലൊന്നും പോകാത്ത ഒരാളെ കുറിച്ചാണ്. അദ്ദേഹത്തിന് കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പറയാം ഇഫ് യു സ്റ്റഡീഡ് വെൽ, നീയൊക്കെ പഠിക്കാൻ പോയിരുന്നെങ്കിൽ എന്ന അർത്ഥത്തിലേക്ക് ഉദ്ദേശിക്കുന്നത് നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സാകുമായിരുന്നു എന്ന്. നമ്മൾ വർത്തമാനകാലത്തിൽ അദ്ദേഹം സ്കൂളിൽ പോയിട്ട് തോറ്റുപോയ ഒരവസ്ഥയെക്കുറിച്ചൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന വർത്തമാനകാലത്തിൽ ഇൻ ദ പ്രസന്റ് ടൈമിൽ നടക്കുന്ന ഒരു ഇമാജിനേഷനാണ്. പഠിച്ചിരുന്നെങ്കിൽ പാസ്സാകുമായിരുന്നു, ഒരു ഭാവന മാത്രം. ദെൻ ഇഫ് ഷീ ഇൻവൈറ്റഡ് മീ ഐ വുഡ് പാർട്ടിസിപ്പേറ്റ്. അവൾ വിളിച്ചിട്ടില്ല, ഞാൻ പോയിട്ടുമില്ല, പക്ഷേ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഹൈപ്പത്തറ്റിക്കലാണ്, ഭാവന മാത്രം. ദെൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഐ എന്നതിനോടൊപ്പം വേർ ഉപയോഗിച്ചൊരവസ്ഥ. ഇഫ് ഐ വർ എ മില്യണർ ഐ വുഡ് ട്രാവൽ അറൗണ്ട് ദ വേൾഡ്. ഞാനൊരു മില്യണർ ആണെങ്കിൽ ലോകം ചുറ്റി സഞ്ചരിക്കുമായിരുന്നു. ജസ്റ്റ് ഇമാജിനേഷൻ. ദെൻ ഇഫ് ഐ വൺ എ ലോട്ടറി ഐ മൈറ്റ് ഗിവ് യു ദി എമൗണ്ട്. നേരത്തെ പറഞ്ഞ വുഡിന് പകരം നമ്മൾ മൈറ്റ് ഉപയോഗിച്ചൊരു എക്സാമ്പിൾ. എനിക്കൊരു ലോട്ടറി ലഭിച്ചാൽ ആ തുക ഞാൻ നിങ്ങൾക്ക് നൽകും. തികച്ചും ഹൈപ്പത്തറ്റിക്കലും ഇമാജിനറി ആയിട്ടുള്ള ഒരു റിസൾട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസുകൾ ഉപയോഗിക്കുക. ദെൻ വി ക്യാൻ ഗോ ടു ദ തേർഡ് കണ്ടീഷണൽ. ഈ തേർഡ് കണ്ടീഷണലാണ് ശരിക്കും പാസ്റ്റിൽ നടക്കേണ്ടിയിരുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നാം പറയുന്നത്. ഇവിടെ ഇതൊരു സംഭവിക്കാവുന്ന ഒരു കാര്യമായിരുന്നു, പക്ഷെ അത് യഥാർത്ഥ സമയത്ത് നടന്നില്ല. നടക്കാതിരുന്നത് കൊണ്ട് അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയായി എന്നുള്ളത് ഇപ്പോൾ വർത്തമാന കാലത്തിലാണ് സംസാരിക്കുന്നത്. അല്ലാതെ നമ്മൾ പാസ്റ്റിലെ കാര്യം പാസ്റ്റിൽ സംസാരിക്കുന്ന പോലെയല്ല അവതരിപ്പിക്കുന്നത്. പാസ്റ്റ് ടൈമിൽ നടക്കേണ്ടിയിരുന്ന ഒരു സംഭവം യഥാർത്ഥ സമയത്ത് നടന്നിട്ടില്ല. അത് നടന്നിരുന്നെങ്കിൽ അതിൻ്റെ പ്രോബബിൾ റിസൾട്ട് ഇതാകുമായിരുന്നു. ഇപ്പോൾ നാം അത് വർത്തമാന കാലത്തിൽ ഭാവനയിൽ കണ്ടുകൊണ്ട് അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇതാകുമായിരുന്നു എന്ന് പറയുന്ന ഒരു രീതിയാണിത്. ശ്രദ്ധിക്കുക. ദ തേർഡ് ടൈപ്പ് കണ്ടീഷൻ ഈസ് ആൻ ഇമ്പോസിബിൾ കണ്ടീഷൻ. ഇപ്പോൾ വർത്തമാന കാലത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അതൊരു ഇമ്പോസിബിൾ കണ്ടീഷനാണ്. ബിക്കോസ് ഇറ്റ് റെഫേഴ്സ് ടു എ ടൈം ഇൻ ദ പാസ്റ്റ് വിച്ച് ഈസ് നൗ ഓൾറെഡി ഓവർ ആൻഡ് ഇറ്റ് ഈസ് കോൺട്രറി ടു റിയാലിറ്റി. അതിൻ്റെ സമയം കഴിഞ്ഞു പോയി. അപ്പോൾ ഇതിപ്പോൾ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത, യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ ഒരു കാര്യമാണ് ഇപ്പോൾ നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. Then the third condition refers to past action and its probable past result. ഈ കണ്ടീഷണൽ സെൻറ്റൻസിൽ പറയുന്നത് ഒരു പാസ്റ്റ് ആക്ഷനെ കുറിച്ചായിരിക്കും.
ആ പാസ്റ്റ് ആക്ഷൻ നടന്നാൽ അതിൻ്റെ പ്രോബബിൾ റിസൾട്ടിനെ കുറിച്ചുമായിരിക്കും. പക്ഷേ വിച്ച് ഡിഡ് നോട്ട് റിയലി ഹാപ്പൺ അറ്റ് ദ റിയൽ ടൈം, പക്ഷേ അത് യഥാർത്ഥ സമയത്ത് നടന്നിട്ടില്ല. നമ്മളിപ്പോൾ ഭാവിച്ചുകൊണ്ട്, നമ്മൾ ഭാവനയിൽ കണ്ടുകൊണ്ട് അന്ന് അങ്ങനെ നടന്നിരുന്നെങ്കിൽ അതാകുമായിരുന്നു റിസൾട്ട് എന്ന് പറയുന്ന ഒരവസ്ഥ. ദെൻ ഇൻ ദ തേർഡ് കണ്ടീഷണൽ, ഇത്തരം സെൻറ്റൻസുകളിൽ എ പാസ്റ്റ് പെർഫെക്റ്റ് വേർബ് ഇസ് യൂസ്ഡ് ഇൻ ദി ഇഫ് ക്ലോസ് ആൻഡ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഈസ് യൂസ്ഡ് ഇൻ ദ മെയിൻ ക്ലോസ്. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. എക്സാമ്പിളിൽ കൂടെ കാര്യം ശ്രദ്ധിക്കാം. ഇഫ് ക്ലോസ്, മെയിൻ ക്ലോസ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ you would have passed the exam means he did not study well and so he did not pass എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇയാൾ പഠിക്കേണ്ട സന്ദർഭത്തിൽ പഠിച്ചില്ല, അതുകൊണ്ട് ജയിക്കുകയും ചെയ്തില്ല. പഠിച്ചിരുന്നുവെങ്കിൽ, അന്ന് ചെയ്തിരുന്നുവെങ്കിൽ പാസ്സാകുമായിരുന്നു. അന്ന് ഒരു റിയൽ കണ്ടീഷൻ ആയിരുന്നത്, അത് സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്തിരുന്നുവെങ്കിൽ അതിൻ്റെ പ്രോബബിൾ സാധ്യത ഉണ്ടാകുന്ന റിസൾട്ടും ഇതാകുമായിരുന്നു. ഇത് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ഇപ്പോൾ വർത്തമാനകാലത്ത് പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഫ്യൂച്ചറിൽ വരുന്നതാണ്. ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ ഭാവിയിൽ പാസ്സായേക്കാം, അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് അല്ല, പാസ്സാകാൻ നല്ല സാധ്യതയുണ്ട്. ഇതേ ഒരു അവസ്ഥ പാസ്റ്റിലായിരുന്നു. അദ്ദേഹം പഠിച്ചിരുന്നുവെങ്കിൽ പാസ്സാകുമായിരുന്നു. അത് ഇപ്പോൾ വർത്തമാനകാലത്ത് നമ്മൾ ഒരു ഇമാജിനറി സിറ്റുവേഷനിൽ എന്ന പോലെ പറയുന്ന ഒരു അവസ്ഥയാണിത്. ദെൻ രണ്ടാം സെൻറ്റൻസ് നോക്കാം. ഇഫ് ഷീ ഹാഡ് ഇൻവൈറ്റഡ് മീ I would have participated in the party. അവൾ എന്നെ ക്ഷണിച്ചില്ല, അതുകൊണ്ട് ഞാൻ പങ്കെടുത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ഷണിച്ചിരുന്നെങ്കിൽ പങ്കെടുക്കുമായിരുന്നു. യഥാർത്ഥ സമയത്ത് അവൾ ക്ഷണിച്ചില്ല, പ്രോഗ്രാമൊക്കെ ഇപ്പോൾ കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഇമ്പോസിബിൾ എന്ന് പറയാനുള്ള ഒരു കാരണം. ടൈം ഈസ് ഓൾറെഡി ഓവർ, പക്ഷെ നമുക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് പറയാം. ദെൻ ഇഫ് ഷീ ഹാഡ് ബീൻ കെയർഫുൾ ഷീ വുഡ് നോട്ട് ഹാവ് ബീൻ ഇൻ ട്രബിൾ. അവൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ട്രബിളിൽ പെടുമായിരുന്നില്ല. ദെൻ മറ്റൊരു സെൻറ്റൻസ് നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് കിട്ടുന്ന, ഇഫ് മാർത്ത ഹാഡ് പെയ്ഡ് മണി ഫോർ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഇറ്റ് വുഡ് നോട്ട് ഹാവ് ബീൻ എ പ്രസ്റ്റീജിയസ് എഡ്യൂക്കേഷണൽ അവാർഡ്. മാർത്ത എങ്ങാനും പണം നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി, അതൊരിക്കലും ഒരു അഭിമാനകരമായ വിദ്യാഭ്യാസ പുരസ്കാരം ആകുമായിരുന്നില്ല എന്ന രൂപത്തിൽ. എന്ന് വെച്ചാൽ അവിടെ അത് പണം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് നല്ലൊരു അവാർഡായി മാറി എന്നർത്ഥം. അപ്പോൾ റിയൽ സിറ്റുവേഷനുമായിട്ട്, ഇപ്പോഴത്തെ അവസ്ഥക്കുമായിട്ട് അത് കോൺട്രറി എന്നുള്ള പറയാനും കൂടെ ഉള്ള കാരണം അതാണ്. അവിടെ ചെയ്തിരുന്നുവെങ്കിൽ റിസൾട്ട് ഇതാകുമായിരുന്നു, ചെയ്തിട്ടില്ലെങ്കിൽ റിസൾട്ട് ഈ രൂപത്തിലായി എന്ന രൂപത്തിലേക്ക്. ദെൻ ശ്രദ്ധിക്കുക, പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇനി ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയുടെ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചാർട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ കണ്ടീഷനുകൾ വിശദീകരിക്കുന്നു. സീറോയുടെ പ്രത്യേകത എന്നുള്ളത് ഇഫ് ക്ലോസിൽ നമ്മളെപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കണം, മെയിൻ ക്ലോസിൽ. അതേപോലെ തന്നെ സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വേർബിൻ്റെ ബേസ് ഫോമോ അതല്ലെങ്കിൽ എസ് ഫോമോ. നമ്മൾ ഈ ഒരു എല്ലാത്തിനും ഓരോ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. ഈ എക്സാമ്പിൾ ഒരു മോഡലാക്കി മനസ്സിലാക്കി വെച്ചാൽ, ഈവൻ ബൈ ഹാർട്ട് ചെയ്താൽ പോലും എല്ലാവർക്കും ഈ 4 കണ്ടീഷൻ സെൻറ്റൻസുകളും ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധിക്കും. ഇതൊരു ഗ്യാരണ്ടീഡ് റിസൾട്ട് ആയിരിക്കും ഒരു സംഭവം നടന്നാൽ എന്നർത്ഥത്തിലേക്ക്. ഇഫ് വാട്ടർ റീച്ചസ് 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ബോയിൽസ്. ഇറ്റ്സ് എ ഗ്യാരണ്ടീഡ് റിസൾട്ട്. ദെൻ ഫസ്റ്റ് കണ്ടീഷൻ്റെ പ്രത്യേകത സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം ഇഫ് ക്ലോസിൽ, മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചറും അഥവാ വിൽ പ്ലസ് ബേസ് വെർബ്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം. കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് ഓർമ്മയിൽ വെക്കാൻ സാധിക്കും, സ്റ്റഡി വിൽ പാസ് എന്നുള്ളത് ഇങ്ങനെ പഠിച്ചു വെക്കുക. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ഇൻ ദ ഇഫ് ക്ലോസ്, would plus base verb in the main clause. If you studied well, you would pass the exam. ഓർക്കുക, സ്റ്റഡീഡ് വുഡ് പാസ് എന്ന് മനസ്സിൽ കരുതി വെക്കുക. തേർഡ് കണ്ടീഷണൽ പാസ്റ്റ് പെർഫെക്റ്റ് ഇൻ ദ ഇഫ് ക്ലോസ്, ദെൻ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം. V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇൻ ദ മെയിൻ ക്ലോസ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം. ഓർക്കുക, മനസ്സിലേക്ക് ഹാഡ് സ്റ്റഡീഡ് വുഡ് ഹാവ് പാസ്ഡ്. ഈ നീല കളറിൽ, ബ്ലൂ കളറിൽ ബോൾഡ് ചെയ്തിരിക്കുന്നത് ഇതേ രൂപത്തിൽ ഒന്ന് മനസ്സിലേക്ക് വെച്ചാൽ ഈ കണ്ടീഷണലുകളുടെ സെൻറ്റൻസ് സ്ട്രക്ചർ, അതിൻ്റെ ഗ്രാമർ പാർട്ട്, അതിൻ്റെ വേർബിൻ്റെ ടെൻസ് പാർട്ട് മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട, വി ക്യാൻ സ്റ്റാർട്ട് ഓൾ കണ്ടീഷണൽ സെൻറ്റൻസസ് either with a if clause or with a main clause in the beginning of the sentence. ഇല്ല, ഈ എക്സാമ്പിളുകളിലൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എല്ലാം ഇഫ് ക്ലോസ് കൊണ്ട് തുടങ്ങുന്ന രൂപത്തിലാണ്. നമുക്ക് ഇങ്ങനെ തന്നെ നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഈ സെൻറ്റൻസുകളെ മെയിൻ ക്ലോസ് വെച്ചും തുടങ്ങാൻ സാധിക്കും എന്നാണ്
ഈ പറഞ്ഞത് എന്ന് വെച്ചാൽ സെൻറ്റൻസുകൾ എപ്പോഴും നമുക്ക് മെയിൻ ക്ലോസ് കൊണ്ട് അല്ലെങ്കിൽ ഇഫ് ക്ലോസ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് മാറ്റി തുടങ്ങാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, വെൻ വി സ്റ്റാർട്ട് റൈറ്റിംഗ് വിത്ത് ഇഫ് ക്ലോസ്, നമ്മൾ സെൻറ്റൻസിനെ ഇഫ് ക്ലോസ് കൊണ്ടാണ് എഴുതി തുടങ്ങുന്നതെങ്കിൽ, ഈ കാണിച്ചിരിക്കുന്ന പോലെ ഇഫ് ക്ലോസ് കൊണ്ടാണ് സെൻറ്റൻസ് എഴുത്ത് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ ആഫ്റ്റർ ദി ഇഫ് ക്ലോസ് എ കോമ ഷുഡ് ബി ആഡഡ്. പങ്ക്ച്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ, ഇഫ് യു സ്റ്റഡി വെൽ എന്നൊക്കെയുള്ള ഇഫ് ക്ലോസ് കൊണ്ടാണ് സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത്. ഈ സെൻറ്റൻസുകൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു കോമ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യണം ഇഫ് ക്ലോസ് കൊണ്ട് തുടങ്ങിയാൽ. ദെൻ വെൻ വി സ്റ്റാർട്ട് വിത്ത് എ മെയിൻ ക്ലോസ് നോ നീഡ് ഫോർ എ കോമ. എന്നാൽ ഇത് നേരെ തിരിച്ച് മെയിൻ ക്ലോസ് കൊണ്ടാണ് തുടങ്ങിയതെങ്കിൽ അത്തരം കോമ ചേർക്കുകയും അരുത്. അതിൻ്റെ എക്സാമ്പിൾ കാണാൻ സാധിക്കും. ഇവിടെ ഇഫ് ക്ലോസ് കൊണ്ട് തുടങ്ങിയിരുന്നു. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം. സ്റ്റഡി വെൽ കഴിഞ്ഞ് നമ്മൾ ഒരു കോമ പ്ലേസ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദെൻ രണ്ടാമത്തത് യു വിൽ പാസ് ദി എക്സാം ഇഫ് യു സ്റ്റഡി വെൽ എന്ന് വെച്ചാൽ മെയിൻ ക്ലോസ് കൊണ്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കോമയുടെ ആവശ്യമില്ല. ഇത്രയുമാണ് കണ്ടീഷണൽ സെൻറ്റൻസുകളെ കുറിച്ച് പറയാനുള്ളത്. കാര്യങ്ങൾ വ്യക്തമായിരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.